ഉത്സവപ്പറമ്പിലെ ആവേശം പകരുന്ന കാഴ്ചയാണ് ഫ്ലോട്ടുകൾ. പുരാണങ്ങളിലെ സന്ദർഭങ്ങളാണ് പലപ്പോഴും ഫ്ലോട്ടുകളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. ഉത്സവ മേഖലയിലെ പ്രമുഖരായ ചില വ്യക്തികളുടെ ഇത്തരം വലിയ ഫ്ലോട്ടുകളുടെ ചലിക്കുന്ന മിനിയേച്ചർ ഫ്ലോട്ടുകൾ ഉണ്ടാക്കി ലോകം മുഴുവൻ ശ്രദ്ധ നേടിയിരിക്കുകയാണ് കൊട്ടാരക്കര എഴുകോൺ സ്വദേശി അജിൻ. പുരാണങ്ങളിലെ 14 സന്ദർഭങ്ങളെ ചലിക്കുന്ന മിനിയേച്ചർ ഫ്ലോട്ടുകളാക്കുന്ന ഏഷ്യയിലെ തന്നെ ആദ്യത്തെ കലാകാരനാണ് അജിൻ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങിയതാണ് ഈ മിനിയേച്ചർ നിർമ്മാണത്തിലുള്ള കമ്പം. അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾ ഫലം കാണാതെ പോയിട്ടില്ല. കാരണം ഈ കലാകാരനെ കാത്തിരുന്നത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സുമായിരുന്നു. എൻ്റെ പേര് അജിനസ്. ഞാൻ കൊട്ടാരക്കര എഴുകോൺ സ്വദേശിയാണ്. എനിക്ക് ഈയിടയ്ക്ക് 2 റെക്കോർഡുകൾ കിട്ടി. ഒന്ന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഒന്ന് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും. 14 പുരാണ കഥാസന്ദർഭങ്ങൾ മിനിയേച്ചർ ഫ്ലോട്ടായിട്ട് ചെയ്തു എന്ന ആ ഒരു ഇതിനാണ് ഇത് കിട്ടിയത്. എൻ്റെ അടുത്ത് ഈ ഒരു മിനിയേച്ചർ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ പല ടീമുകളും എന്നെ വിളിക്കാറുണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. നമ്മുടെ ദേവാർട്സ് എന്ന് പറയുന്ന ടീമിൻ്റെ ഗോപൻജി ചവറ എന്ന് പറയുന്ന ചേട്ടനാണ് എൻ്റെ അടുത്ത് ഈ ഒരു റെക്കോർഡിന് ഈ ഒരു മിനിയേച്ചർ ഫ്ലോട്ടുകൾ അയക്കാൻ പറഞ്ഞത്. അപ്പം ചേട്ടൻ്റെ നിർദ്ദേശപ്രകാരം ഞാനിതിനെ അയക്കുകയും ഇത് നമ്മൾ ഈ ഒരു 14 ഫ്ലോട്ടുകൾ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് സെലക്ട് ആവുകയും ചെയ്തു. ആ ഒരു മിനിയേച്ചർ ഫ്ലോട്ടിൻ്റെ വീഡിയോ ആണ്, ഒരു മേക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഇതിൻ്റെ ഒരു അവരുടെ ഒരു റെഫറൻസിന് വേണ്ടി അയച്ചു കൊടുത്തത്. അങ്ങനെ ഒരു 10ാം ക്ലാസ് മുതലാണ് ഈ ഒരു മിനിയേച്ചർ ഫ്ലോട്ട് ഞാൻ വർക്ക് തുടങ്ങിയത്. ഉത്സവങ്ങളൊക്കെ നമ്മൾ ഇവിടെ കാണുന്നതാണ്, ഉത്സവങ്ങൾക്ക് കാണാൻ പോകാറുണ്ട്. കൊച്ചിലേ മുതലേ ഈ ഉത്സവത്തിന് ഈ ഒരു ഫ്ലോട്ട് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനെ വിളിച്ചുകൊണ്ട് ഫ്ലോട്ട് എവിടം വരെ ഉണ്ടോ അവിടം വരെ തീരുന്ന വരെ ഇത് കാണാൻ വേണ്ടി പോകും. അങ്ങനെ അതൊരു കണ്ട് ഒരു ക്രേസായി തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ഫ്ലോട്ടുകൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിച്ചത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴത്തെ കൊച്ചു പിള്ളേരൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അന്ന് ഞാൻ ഈ ഫോട്ടോയൊക്കെ വെട്ടിവെച്ചിട്ടാണ് ഈ ഒരു ഫ്ലോട്ട് ചെയ്തു തുടങ്ങിയത്. പിന്നെ ഒരു 3D ലെവലിലേക്ക് നമ്മൾ ഇതിനെ ഒന്ന് മാറ്റണമെന്നുള്ളൊരു ചിന്ത വന്നതോടെ ഒരു +1 +2 ഒക്കെ ആയപ്പോഴത്തേക്ക് തെർമോക്കോൾ വെച്ചിട്ട് കാർവിങ് തുടങ്ങി. അങ്ങനെ കാർവിങ് തുടങ്ങിക്കഴിഞ്ഞിട്ട് അന്നൊന്നും വലിയ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിലാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഒരു ഫൈൻ ആർട്സ് കോളേജിൽ പഠിത്തത്തിന് ശേഷം അത് കഴിഞ്ഞ് വീട്ടിലിരുന്നപ്പോഴാണ് ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയത്. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഫ്ലോട്ട് തന്നെ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഫ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് അതിൻ്റെ മൂവിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വലിയ വലിയ ഫ്ലോട്ടുകൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു കൊല്ലത്ത് കുറച്ച് അറിയപ്പെടുന്ന എല്ലാവരുടെയും ഫ്ലോട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ടീമിൻ്റെ ചെയ്യാനുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ടേ ഇങ്ങനെ ഓരോ കലോത്സവത്തിനും അതിനും ഇതിനൊക്കെ കൊണ്ടുപോയി എല്ലാത്തിനും ഫസ്റ്റ് A ഗ്രേഡ് മേടിച്ചാണ് ഇവിടെ വരാറുള്ളത്. പിന്നെ 10ലും +2ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്ലോട്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ വഴക്ക് പറയുമായിരുന്നു. പക്ഷേ അതിനെല്ലാം ഒരു സന്തോഷമായിട്ടാണ് ഈ റെക്കോർഡ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ മിനിയേച്ചർ ഫ്ലോട്ടുകളുടെ ഒറിജിനൽ ഫ്ലോട്ടിൻ്റെ അകത്ത് എന്താണ് വർക്കിംഗ് ഉള്ളതെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതെല്ലാം നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ട് നമ്മളുടെ രീതിയിലൊരു മൂവിങ്ങുകൾ ഇട്ടിട്ടാണ് ഇതിനെല്ലാം മൂവിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചലിക്കുന്ന ഫ്ലോട്ടുകളാണ്. ഒറിജിനൽ ഫ്ലോട്ടിൽ എന്തൊക്കെ ചലനങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ഈ ഒരു ഫ്ലോട്ടിനകത്തും കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സിംഹമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ വായൊക്കെ തുറന്ന് ഇങ്ങനെയുള്ളൊരു മൂവിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ഈ ഒരു ശിവൻ്റെ വീഡിയോ ആണ് ഞാൻ എൻ്റെ ഒരു പഴയ യൂട്യൂബ് ചാനലിൽ ഇട്ടത്. അതിട്ടതിന് ശേഷം ഈ ഒരു വീഡിയോ എല്ലാവരും കാണുക നല്ല അഭിപ്രായം പറഞ്ഞതോടെ മിനിയേച്ചർ ഫ്ലോട്ടിന് വേണ്ടി മാത്രമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. AC ആർട്ട് ക്രിയേഷൻ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ 3.5K സബ്സ്ക്രൈബേഴ്സായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിനകത്തുള്ള എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചാനലിന് വേണ്ടിയാണ് ഇത്രയും ഫ്ലോട്ടുകൾ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെല്ലാവരും നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊച്ചിലെ മുതലേ. എൻ്റെ അനിയനാണ്, അഖിൽ എന്നാണ് പേര്, അവനാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അച്ഛൻ്റെ പേര് സുഗു എന്നാണ്, അമ്മയുടെ പേര് സുശീല. അച്ഛൻ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ റിട്ടയർഡായി. അമ്മ ഗവൺമെൻറ് LP സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. കൊച്ചുനാളെന്ന് മുതൽ മോനാണെങ്കിൽ വരപ്പും അതുപോലെ തന്നെ ഫ്ലോട്ട് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിന് പരിപൂർണമായിട്ടുള്ള ഹെൽപ്പുണ്ടായിരുന്നു ഞാനും വൈഫും. പിന്നെ അതങ്ങനെ പോയി അവൻ അതിൻ്റെ ഒരു പരിശ്രമഫലം കൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും അതുപോലെ തന്നെ ഏഷ്യ ബുക്ക് റെക്കോർഡും കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്.